കൃത്യമായ രീതിയിലേക്ക് ആക്രമണം നടത്താൻ പാകത്തിനുള്ള ഒരു വജ്രായുധമായി തന്നെ മാറുകയാണ്. യുഎസിന്റെ ഉറക്കം കെടുത്താൻ കഴിയുന്ന ഒരു ചൈനീസ് ടെക്നോളജിയാണ് ഇപ്പോൾ ഇറാൻ പുതിയതായി തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇറാൻ ഇത്തരം ഒരു രീതിയിൽ ഒരു വജ്രായുധത്തെ രൂപകൽപ്പന ചെയ്യാനുണ്ടായ സാഹചര്യം, അത് ഇറാൻ ഒരു പാഠം പഠിച്ചത്, അതായത് ഒരു ചതിയിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വജ്രായുധം ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അയൽ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ എങ്ങനെയാണ് മിസൈൽ ആക്രമണം നടത്തുന്നത്, എവിടെ നിന്നാണ് ഇറാൻ കൃത്യമായ നാവിഗേഷൻ സഹായം ലഭിക്കുന്നത് എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാജ്യാന്തര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമായി വലിയ രീതിയിൽ മാറിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് വലിയ രീതിയിൽ അതിനൂതനമായ ചൈനീസ് സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ അവരുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കൃത്യത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ GPS കുത്തക തകരുന്നതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2000 കിലോമീറ്റർ ദൂരെയുള്ള ഇസ്രായേൽ നഗരങ്ങൾ മുതൽ തന്നെ അയൽ രാജ്യങ്ങളിൽ വരെ ഇറാൻ മിസൈലുകൾ, അതായത് ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ തുടരുകയാണ്. ഇതിന് ഏറ്റവും സവിശേഷമായി തന്നെ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വജ്രായുധം എന്ന് പറയുന്നതാകട്ടെ ബെയ്ഡു എന്ന ഒരു വജ്രായുധമാണ്. അത് ചൈനീസ് നിർമ്മിതമാണ് എന്നതാണ് മറ്റൊരു സവിശേഷമായ കാര്യം. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ ശക്തമാകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ മിസൈൽ ശേഷിയിലേക്ക് തന്നെയാണ്. ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കൃത്യത അത് മുൻപത്തേക്കാൾ ഏറെക്കുറെ അത് വർദ്ധിച്ചിരിക്കുകയാണ്. സൈനിക വിദഗ്ധരടക്കം ഈ ഒരു രീതിയിൽ ഇത്തരത്തിൽ ഇതിന്റെ കൃത്യത വർദ്ധിച്ചതിൽ വലിയൊരു അത്ഭുതകരമായ കാര്യമാണ് പ്രകടിപ്പിക്കുന്നത്. 2025 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാന്റെ ആക്രമണ ശൈലിയിൽ വന്ന ഈ മാറ്റത്തിന് പിന്നിൽ ചൈനയുടെ ബെയ്ഡു തന്നെയാണ്. കാരണം എന്തെന്നാൽ ഇത് ശക്തമായ രീതിയിൽ അവിടെ വലിയ രീതിയിൽ ഉപയോഗപ്രദമാക്കുകയും അതേപോലെ തന്നെ വലിയ രീതിയിൽ ഇത് ഉപയോഗപ്രദമായി തന്നെ മാറ്റാൻ കഴിയുന്നവയാണ്. രാജ്യാന്തര രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും ഇതിന്റെ ഒരു കൃത്യതയിൽ വലിയ രീതിയിലുള്ള അത്ഭുതമാണ് പ്രകടിപ്പിക്കുന്നത്. ഫ്രഞ്ച് വിദേശ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുൻ ഡയറക്ടറായ അലൈൻ ജൂലിയറ്റ് ആണ് ഈ ഒരു സുപ്രധാന നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. 8 മാസം മുൻപത്തെ സാഹചര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറാന്റെ മിസൈലുകൾ അസാധാരണമായ കൃത്യത കൈവരിച്ചിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇറാനിയൻ മിസൈലുകളുടെ കൃത്യത തന്നെയാണ്. ഇത് അവയുടെ നാവിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. GPS സിസ്റ്റത്തെ ജാം ചെയ്യുവാനോ അല്ലെങ്കിൽ തടയുവാനോ US സംവിധാനങ്ങൾക്ക് സാധിക്കും. എന്നാൽ ചൈനീസ് സിസ്റ്റമാണ് ഇറാൻ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിൽ ഇടപെടാൻ USന് പരിമിതികൾ ഏറെയുണ്ട്. ഇറാൻ പെട്ടെന്നൊരു ദിവസം ബെയ്ഡു ഉപയോഗിച്ച് തുടങ്ങിയതല്ല. കാരണം ചൈന ഇറാൻ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നതും സൂചിപ്പിക്കുന്നുണ്ട്. മിസൈൽ ഗൈഡൻസ് മെച്ചപ്പെടുത്തുന്നതിനായി തന്നെ ബെയ്ഡു 2 സംവിധാനം ഉപയോഗിക്കാൻ ഇറാൻ 2015 തന്നെ ചൈനയുമായി ധാരണയിലെത്തിയിരുന്നു. ചൈനയും ഇറാനും തമ്മിൽ ഒപ്പിട്ട 25 വർഷത്തെ സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്ത കരാറോടെയാണ് സൈനിക തലത്തിലുള്ള സഹകരണം ശക്തമാക്കിയിരിക്കുന്നത്. ബെയ്ഡുവിന്റെ അതീവ രഹസ്യമായ സൈനിക സിഗ്നലുകൾ ഇറാൻ ഉപയോഗിച്ചു തുടങ്ങിയത് പോലും ഈ കാലയളവിലാണ് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. 2025 12 ദിവസത്തെ യുദ്ധത്തിൽ US ജാമിംഗ് സിസ്റ്റം ഇറാന്റെ മിസൈലുകളെ വലിയ തോതിൽ വലിയ രീതിയിൽ വഴിതെറ്റിക്കുന്ന ഒരു സവിശേഷ സ്വഭാവം കണക്കാക്കി അല്ലെങ്കിൽ അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ അനുഭവം പാഠമാക്കിക്കൊണ്ടാണ് ഇറാൻ അവരുടെ സൈനിക സിവിലിയൻ ആവശ്യങ്ങൾക്കായുള്ള നാവിഗേഷൻ പൂർണ്ണമായും ബെയ്ഡുവിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതാണ് ബെയ്ഡുവിന്റെ സവിശേഷതയായി തന്നെ എടുത്തു സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.